കുറച്ചു മുമ്പ് ലൈവിൽ ഇരുന്നിട്ട് ഗബ്രി ഒരു കാര്യം പറഞ്ഞു. പ്രേക്ഷകർ പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ രീതിയിൽ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് കളിച്ചിരുന്നുവെങ്കിൽ ഗബ്രി നെഗറ്റീവ് ഹാവില്ലായിരുന്നു എന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഗബ്രി പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജാസ്മിനോടാണ് പറയുന്നത്, ടോപ്പ് 5 നീയും ജിൻഡോ ചേട്ടനും ഒഴികെയുള്ള 3 പേരും സോഫയിലും ബീൻ ബാഗിലും ഇരുന്ന സേഫ് ആയിട്ട് ഇവിടെ വരെ എത്തിയവരാണ്. ഈ ഷോയ്ക്ക് വേണ്ട ഒന്നും കൊടുക്കാത്തവരാണ്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക എന്ന രീതിയിലൊക്കെ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിന്റെ അടുത്ത്. സായി തൊട്ടു മുന്നിൽ നിൽപ്പുണ്ട്, നോറയുണ്ട്. പിന്നെ ജാസ്മിൻ ഈ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ട് ഗബ്രിയുടെ അടുത്ത്. ഗബ്രി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് പ്രേക്ഷകർ യോജിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അഭിഷേക്, ഋഷി, അർജുൻ എന്നിവരെ പറ്റിയാണ് ഗബ്രി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക കേട്ടോ. എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ എടുത്തു പറയാനായിട്ട് കാരണം. എന്തായാലും ബിഗ് ബോസ് ഒരു ഹാപ്പി ന്യൂസ് ഇപ്പൊ എല്ലാവരോടും പറഞ്ഞു. ലൈവിന്റെ കലാശക്കൊട്ടായിരുന്നു, അത് അറിയാമല്ലോ. അത് മറ്റൊന്നുമല്ല, ലൈവ് വ്യൂവർഷിപ്പ് ഏറ്റവും അധികം ഉണ്ടായിരുന്ന മലയാളം സീസണാണ് സീസൺ 6 എന്നുള്ളത്. കഴിഞ്ഞ സീസണേക്കാൾ 2 ഇരട്ടി വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്ന സീസണാണ് ഇത് എന്ന് ബിഗ് ബോസ് ഡയറക്റ്റ് ആയിട്ട് എല്ലാവരോടും പറഞ്ഞു. പ്രതീക്ഷയ്ക്ക് അപ്പുറമുള്ള വർധനം എന്നാണ് വാക്കുകൾ. അത് മത്സരാർത്ഥികൾ എന്ന നിലയിൽ അവരുടെ വിജയമാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പ്രശംസിച്ചു. ലൈവ് അവിടം കൊണ്ട് അവസാനിക്കുകയായിരുന്നു കേട്ടോ. ആ ഒരു സന്തോഷ വാർത്ത ബ്രേക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും ബിഗ് ബോസ് ഒരു വിരുന്ന് കൊടുത്തു. ഫ്രൈഡ് റൈസും ചിക്കനും അങ്ങനെ കുറെ വിഭവങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയായിരുന്നു ഗാർഡൻ ഏരിയയില്. ഒരു കിടിലൻ വിരുന്ന് കൊടുത്തു. ആ ഒരു വിരുന്ന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്തത്. ലൈവ് അവിടെ വെച്ച് തന്നെ ഓഫായി. എപ്പിസോഡിലാണ് മത്സരാർത്ഥികൾ പുറത്തേക്ക് പോകുന്നത് നമ്മളെ കാണിച്ചത്. വേറൊന്നുമില്ലെന്നേ, ഗ്രാൻഡ് ഫിനാലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി. ഹൗസിനകത്ത് 5 പേര് ഒറ്റയ്ക്കായി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഇരുന്ന് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. ജിൻഡോ ഒറ്റയ്ക്ക് പോയിരുന്ന് സിഗരറ്റ് വലിച്ച ആ ഒരു വിഷമം തീർക്കുന്നുണ്ട്. അർജുൻ ജാസ്മിന്റെ അടുത്തിരിപ്പുണ്ട്. ഋഷി അൻസിബയുടെ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ കരയുന്ന പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. അഭിഷേകിന് പിന്നെ ഒരു കൂസലും ഇല്ല. അങ്ങനെ ആ രീതിയിലാണ് എപ്പിസോഡിന്റെ അവസാന ഭാഗത്തൊക്കെ കാണിച്ചിരിക്കുന്നത്. അതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് കൊലാശക്കൊട്ട്.